നേരത്തെ രാവിലെ ഇത് അനൗൺസ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു, ഇത് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ ഏറെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. നേരത്തെ വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയത്തിലുള്ള സംവാദം നടന്നു കഴിഞ്ഞു, പെണ്ണെഴുത്തിൻ്റെ വികാസ പരിണാമങ്ങളെ കുറിച്ചിട്ട്. ഇനി നടക്കാൻ പോകുന്നത് ഇതര ഭാഷാ സാഹിത്യത്തിൻ്റെ സ്വാധീനമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യകാല പെണ്ണെഴുത്തിൻ്റെ പ്രയോക്താക്കളിൽ ഒരാളായിട്ട് വിശേഷിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പ്രത്യേകം മുന്നിൽ പറയുന്നത് ആണ്ടാൾ. അവരെ കുറിച്ച് അവരുടെ തിരുപ്പാവയും നാച്ചിയാർ തിരുമൊഴിയും അതിൽ ഏതാനും പാസുരങ്ങൾ പാടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പർപ്പസ്ഫുള്ളിയാണ്, കാരണം ഇവിടെ നടന്ന സംവാദത്തിൽ മുഴുവൻ മലയാളത്തിലെ സാഹിത്യത്തെ ഓറിയൻറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ഇവർ ഏകദേശം ഒരു സെവൻത്ത് ഓർ നയൻത്ത് കൃത്യമായിട്ട് പറയുന്നില്ല, 7th or 9th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന, അതായത് 4000 ദിവ്യപ്രബന്ധത്തിൻ്റെ രചയിതാക്കളായിട്ടുള്ള 12 ആഴ്വാർമാരിൽ ഏക സ്ത്രീയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്യാമെങ്കിൽ അത് പെണ്ണെഴുത്തായിട്ട് കണക്കാക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആണ്ടാളിനെ പെണ്ണെഴുത്തിൻ്റെ ആദ്യ വക്താക്കളിൽ ഒരാളായിട്ട് കരുതാം. ആണ്ടാള് അവർ പറഞ്ഞ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു പോയറ്റ് ആൻഡ് സിംഗർ എന്ന് പറയാൻ പറ്റുമോ, മ്യൂസീഷ്യൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം അവർ ചെയ്തിട്ടുള്ളത് പാടി പോന്നിട്ടുള്ളതാണ്, പാടിയിട്ടാണ്. പിന്നീട് വരുന്ന ആൾക്കാരൊക്കെ രാഗങ്ങൾ പലതും മാറ്റിയിട്ടുണ്ടെങ്കിലും അവരന്ന് പാടിയിട്ടുണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. അപ്പോൾ പോയറ്റ് ആൻഡ് മ്യൂസീഷ്യൻ എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കുഞ്ഞ്, അവരെ കോതൈ എന്നാണ്. പെരിയാഴ്വാർ 12 ആഴ്വാർമാരിൽ വലിയ ആളായിട്ടുള്ള പെരിയാഴ്വാർ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ പാടാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പലതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവർ സ്വന്തം ശ്രീരംഗനാഥനെ സ്വന്തം ഭർത്താവായിട്ട് സ്വയം വരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മോർട്ടലായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ഇനി കല്യാണം കഴിക്കില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇമാജിനറി വേൾഡിൽ അഭിരമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കാലത്തെ ഒരു സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപനമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. വളരെ എന്താ പറയുക, ഡിവൈൻ ആൻഡ് ആയിട്ടുള്ള സോങ്സും ഉണ്ട്, അതുപോലെ തന്നെ വളരെ ഇറോട്ടിക് നേച്ചറായിട്ടുള്ള വരികളും ഉണ്ട്. ഇവർ അമ്പലത്തിൽ മാല കെട്ടുന്ന തൊഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ശ്രീരംഗനാഥൻ്റെ ടെമ്പിളിലേക്ക് മാല കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ അവർ സ്വയം ചൂടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചൂടിൽ തന്ന ചുടർക്കൊടിയെ എന്നാണ് അവർ പറയാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പലർക്ക് അതിനായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട്. റഹ്മാൻ്റെ പാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ചൂടിത്തന്ത ചുടർക്കൊടിയേ എന്ന് പാടിയിട്ടുണ്ടല്ലോ, അത് ഇവരെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ തന്നെ നേരിട്ട് ആദ്യം തിരുപ്പാവയിലെ ആദ്യത്തെ പാസുരം പാടാം. മാർഗഴിത്തിങ്കൾ മതി നിറൈந்த നന്നാളാൾ, മാർഗഴിത്തിങ്കൾ മതി നിറൈந்த നന്നാളാൾ, മാർഗഴിത്തിങ്കൾ മതി നിറൈந்த നന്നാളാൾ, നീരാട പോതുയിർ പൊതുമിനോ നേരിഴയിൽ, നീരാട പോതുയിർ പൊതുമിനോ നേരിഴയിൽ, ഷീർമൽക്കുമായി പാടി
ശിങ്കം കാർവേലി ശങ്കൻ കതിർമതിയം പോൽ മുഖത്താൽ നാരായണനെ നമക്കേ പരതരുവാൻ നാരായണനെ നമക്കേ പരതരുവാൻ പാരൂർ പുകഴ പടിന്തിരൊരമ്പായി മകളി തിങ്കൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക മാർഗഴി തിങ്കൾ മതി നിറൈന്ത നന്നാളെന്ന് പറഞ്ഞിട്ടായിരിക്കും റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടാവുക. ഇതാണ് തിരുപ്പാവയിലെ ആദ്യത്തെ പാസുരം. നെക്സ്റ്റ് നാച്ചിയാർ തിരുമൊഴിയിൽ ഇത് കുറേ ഉണ്ട്. അതിൽ ശ്രീരംഗനാഥൻ്റെ കയ്യിലിരിക്കുന്ന ശംഖിനോട് പറയുന്നതാണ്. അതായത് ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ ശംഖ്. അപ്പോൾ ശംഖിനോട് ചോദിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആധരങ്ങളിൽ ഉള്ളത് കർപ്പൂരമാണോ അതോ താമരപ്പൂവിൻ്റെ ഗന്ധമാണോ എന്നുള്ളത് ചോദിക്കുന്നതാണ്. അതിൽ വേർഡ് ഉപയോഗിക്കുന്ന നാറുമോ എന്ന് തന്നെയാണ്. കർപ്പൂരം നാറുമോ കമലപ്പൂ നാറുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ നാറ്റം എന്നുള്ള വാക്കിന് വേറൊരു ഇവിടെ വളരെ ഡിവൈനായിട്ടുള്ള അർത്ഥമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. കർപ്പൂരം നാറുമോ കമലപ്പൂ നാറുമോ കർപ്പൂരം നാറുമോ കമലപ്പൂ നാറുമോ കർപ്പൂരം നാറുമോ കമലപ്പൂ നാറുമോ തിരുപ്പവഴ ചൊവ്വാഴ്ത്താൻ തിരുക്കുമോ കർപ്പൂരം നാറുമോ കമലപ്പൂ നാറുമോ തിരുപ്പവഴ ചൊവ്വാഴ്ത്താൻ തിരുക്കുമോ കർപ്പൂരം നാറുമോ കമലപ്പൂ നാറുമോ മറുപൂജിത മാധവൻ തൻ വാശുമയും നാട്ടമും മറുപൂജിത മാധവൻ തൻ വാശുമയും നാട്ടമും വിരുപെട്ട് കേൾക്കിன்றேன் சொல்லழிவின் சங்கே கற்பூரம் நாறுமோ கமலப்பூ நாறுமோ உண்பது சொல்லில் உலகளந்தவை முதம் உண்பது சொல்லில் உலகளந்த வைமுதம் கண்படை கொள்ள கடல் வண்ணன் கைத்தலத்தே கண்படை கொள்ள கடல் வண்ணன் கைத்தலத்தே பெண்படையாருண்மே பெரும் பூசல் சாற்றிரங்காள் பெண்படையார் உண்மே பெரும் பூசல் சாற்றிரங்காள் பண்பல செய்கின்ற
കുറിച്ച് സച്ചിദാനന്ദ മാഷ ഒരു കവിത തന്നെയുണ്ട് ആണ്ടാളെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു.